രണ്ടാമത് ഗാന്ധി ശില്പ ബസാർ 2026 സർഗാലയിൽ ഈ വർഷവും ഓർഗനൈസ് ചെയ്യാൻ പോവുകയാണ്. മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസും ഡെവലപ്മെന്റ് കമ്മീഷണർ ഹാൻഡിക്രാഫ്റ്റ്സും ചേർന്ന് സർഗാല ഓർഗനൈസ് ചെയ്യുന്ന രണ്ടാമത്തെ ഗാന്ധി ശില്പ ബസാറാണ്. ഇതിൽ ഹാൻഡ്ലൂം ക്രാഫ്റ്റുകളെയാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ സർഗാലയിലെ കലാകാരന്മാർ ഒരുക്കുന്ന ക്രാഫ്റ്റുകളും അതിൻ്റെ ഒപ്പം ഉണ്ടാകുന്നതാണ്. ഈ പ്രോഗ്രാമിന്റെ ഔദ്യോഗികമായ ചടങ്ങിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് 6 മണിക്കാണ്. അതിൽ ബഹുമാനപ്പെട്ട പയ്യോളി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീ സാഹിറ എൻ അധ്യക്ഷത വഹിക്കുന്നതാണ്. ചടങ്ങിന്റെ ഉദ്ഘാടനം കൊയിലാണ്ടിയുടെ ബഹുമാന്യനായ MLA ശ്രീ അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ ആണ്. ചടങ്ങിന് സ്വാഗതം അരുളുന്നത് ദർശന രാഘവൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ഹാൻഡിക്രാഫ്റ്റ്സ് സർവീസ് സെന്റർ, മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, തൃശൂർ മേഖലയാണ്. ഇതിന് ആശംസകൾ അർപ്പിക്കാൻ ശ്രീ പ്രജിഷ K, ഹാൻഡിക്രാഫ്റ്റ്സ് പ്രൊമോഷൻ ഓഫീസർ, ശ്രീമതി സാബിറ PK, കൗൺസിലർ പയ്യോളി മുനിസിപ്പാലിറ്റി, ഒപ്പം ഇതിന്റെ നന്ദി പറയാൻ സർഗാലയുടെ CEO, അതായത് ഞാൻ. ഇങ്ങനെയാണ് ചടങ്ങ് വെച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഹാൻഡിക്രാഫ്റ്റ്സ് മേളയോടൊപ്പം തന്നെ സർഗാലയിൽ പൂവിളി 2026 എന്ന രീതിയിൽ ഓണാഘോഷത്തിന് വേണ്ടിയും കൂടെ സർഗാല നമ്മുടെ വിസിറ്റേഴ്സിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി പൂവിളി 2026 ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ നല്ല രീതിയിൽ നടത്തിയിരുന്നു. അത് കൂടുതൽ വിപുലമായി ഈ വർഷം കൊണ്ടാടാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വർഷം നമ്മൾ ഈ ഹാൻഡിക്രാഫ്റ്റ്സ് മേള, അതിനൊപ്പം തന്നെ ഓണസദ്യ, വൈവിധ്യങ്ങളായ കലാപരിപാടികൾ, ഒപ്പം തന്നെ വടകരയിൽ ആദ്യമായിട്ട് നമ്മളൊരു പാരാസെയിലിംഗ്, വാട്ടർ സ്പോർട്സ് ട്രൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പാരാസെയിലിംഗ് ആക്ടിവിറ്റി കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട്. അതിന്റെ ട്രയൽ അടുത്ത ദിവസങ്ങളിൽ നടക്കും. അത് സക്സസ്ഫുൾ ആണെങ്കിൽ ഓണക്കാലത്ത് ആദ്യമായിട്ട് വടകരയിലെ മൂരാട് പുഴയിൽ പാരാസെയിലിംഗ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതൊരു തുടക്കമാണ്. കാരണം നമ്മളിവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്ടിന്റെ ഒരു പ്രധാനപ്പെട്ട കോമ്പോണന്റ് ആണ് വാട്ടർ സ്പോർട്സും ബോട്ടിംഗ് സൗകര്യങ്ങളും മൂരാട് പുഴയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നത്. അതിന്റെ ഒരു ട്രയൽ റണ്ണും കൂടെ ഇതിന്റെ ഒപ്പം ആരംഭിക്കാൻ സാധിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അത് ഇതിൽ പ്രധാനപ്പെട്ട ഓണക്കാലത്ത് ഒരു പ്രധാനപ്പെട്ട ആകർഷണമായി മാറും. ഇതിന്റെ ഒപ്പം തന്നെ തൃക്കാക്കരയപ്പൻ, അതായത് നമ്മുടെ സർഗാലയിലെ കലാകാരന്മാർ ആദ്യമായിട്ട് തൃക്കാക്കരയപ്പനെ നമ്മളിവിടെ നിർമ്മിച്ചിട്ട് വിപണനം ചെയ്യുന്നുണ്ട്. അതൊരു കേരളത്തിന്റെ തനതായ ഐശ്വര്യത്തിന്റെയും കൂടെ ചിഹ്നമായ തൃക്കാക്കരയപ്പനെ നമ്മുടെ കലാകാരന്മാർ, ഇവിടുത്തെ പോട്ടറി ഇത് ഉണ്ടാക്കുന്ന ടെറാക്കോട്ട കലാകാരന്മാരാണ് നിർമ്മിക്കുന്നത്. അതിനൊരു വരുമാനം എന്നുള്ള രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ അതിനെ മാർക്കറ്റിലോട്ട് കൊണ്ടുവരുന്നത്. അതിനും പൊതുജനങ്ങൾ എല്ലാവരും അത് കൈനീട്ടി സ്വീകരിക്കുന്നു വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ച് എനിക്കൊന്ന് ഹാൻഡിക്രാഫ്റ്റ്സിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നമുക്ക് ഹാൻഡിക്രാഫ്റ്റ്സ് ഓഫീസർക്ക്. ഡെവലപ്മെന്റ് കമ്മീഷണർ ഹാൻഡിക്രാഫ്റ്റ്സ്, മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന്റെ കീഴിലുള്ള ഡെവലപ്മെന്റ് കമ്മീഷണർ ഹാൻഡിക്രാഫ്റ്റ് സർവീസ് സെന്റർ തൃശ്ശൂരും സർഗാലയും ചേർന്ന് നടത്തുന്ന രണ്ടാമത് ഗാന്ധി ശില്പ ബസാർ, അതായത് നമ്മുടെ ഇന്ത്യ ഒട്ടാകെ ചെയ്യുന്ന ഗാന്ധി ശില്പ ബസാർ, നമ്മുടെ ആർട്ടിസൻസിന്, കലാകാരന്മാർക്ക് ഒരുപാട് അവസരങ്ങളും അവർക്ക് സെയിലും ഒരുക്കി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ തൃശ്ശൂർ ഓഫീസിന്റെ പ്രപ്പോസലിൽ സാങ്ഷൻ ആയിട്ടുള്ള ഗാന്ധി ശില്പ ബസാറാണ് നമ്മളിവിടെ ഇന്ന് ആരംഭിക്കുന്നത്. 18 മുതൽ 24 വരെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഈ 7 ദിവസത്തിൽ സൗത്ത് ഇന്ത്യയിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട 40 വിവിധ ഹാൻഡിക്രാഫ്റ്റ്സ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കലാകാരന്മാർക്കാണ് നമ്മൾ അവസരം കൊടുക്കുന്നത്. അതിൽ കേരളത്തിൽ നിന്നുള്ളത് മാത്രമല്ല, എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള കലാകാരന്മാരെയും വിവിധ കലാസൃഷ്ടികളെയും, അതായത് അവരുടെ ഹാൻഡിക്രാഫ്റ്റ്സ് പ്രൊഡക്ട്സിനെയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വ്യത്യസ്തമായ കലകളെ നമുക്ക് ഈ ഒരു മേളയിൽ ഇവിടെ കാണാവുന്നതാണ്. അതിൽ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷനുള്ള കലകളും സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സും വരെ നമുക്കിവിടെ സ്റ്റാളിൽ അവൈലബിൾ ആയിരിക്കും. അവരുടെ പ്രൊഡക്ട്സുകൾ കാണാനും അത് നമ്മൾക്ക് പരിചയപ്പെടാനും നമ്മൾക്ക് വാങ്ങിക്കുവാനും ഒരു അവസരമാണ്. ഈ ഒരു പ്രത്യേക മേള നമ്മൾ ഈ ഒരു അവസരത്തിൽ തന്നെ വെച്ചിരിക്കുന്നത് നമ്മുടെ വിപണി, ഓണം ആണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ വിപണി. അപ്പൊ ആ ഒരു വിപണിയെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഇപ്പൊ തന്നെ ഇത് ഇവിടെ നടത്തുന്നത്. ഈ വരുന്ന ആർട്ടിസൻസിനെല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ TADA ഫ്രൈറ്റ് ചാർജസ്, അവർ പാർസൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു സഹായവും TADA ഗവൺമെന്റ് നോംസിൽ എത്രയാണോ പറയുന്നത് ആ സപ്പോർട്ട് കൊടുത്തിട്ട് തന്നെയാണ് ഈ ആർട്ടിസൻസ് എല്ലാം തന്നെ വരുന്നത്. അവർക്കിത് വലിയൊരു ഉപകാരമായിരിക്കുമെന്നും അവർക്ക് നല്ലൊരു വിപണി കണ്ടെത്താൻ, നമ്മൾക്ക് സർഗാലയിലൂടെ വിപണി കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും വലിയൊരു പ്ലസ് ആയിട്ട് കാണുന്നത്. കഴിഞ്ഞ വർഷവും നമ്മൾ കോഴിക്കോട് വെച്ച് ഈ ഒരു മേള നടത്തിയിരുന്നു. നമുക്ക് ഗ്രാൻഡ് സക്സസ് ആയിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ വെക്കേഷൻ തുടങ്ങുന്ന ആ സമയത്തായിരുന്നിട്ട് കൂടി, എക്സാംസിന്റെ ഒരു സമയത്തായിരുന്നിട്ട് കൂടി
നമുക്ക് കോഴിക്കോട് വെച്ച് നടത്തിയ മേളയിൽ ഒരുപാട് എൻക്വയറീസും ഒരുപാട് ഓർഡേഴ്സ് ഒരുപാട് സെയിൽ നമുക്കതിൽ കാണാൻ പറ്റി. അത് സർഗാലയ നൽകുന്ന ഒരു സപ്പോർട്ട് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരുപാട് പബ്ലിസിറ്റിയും ആ ആർട്ടിസൻസിന് അവർ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു അംഗീകാരമായിട്ട് തന്നെയാണ് നമ്മളിത് നടത്തുന്നത്. സാധാരണ ചെറിയൊരു ഫംഗ്ഷൻ ആയിട്ടല്ല, ചെറിയൊരു പ്രോഗ്രാം ആയിട്ടല്ല, 40 കലാകാരന്മാർ അവരുടെ സൃഷ്ടികൾ ഇവിടെ വെച്ച് ഉണ്ടാക്കുകയും വിപണനം ചെയ്യുകയും 7 ദിവസം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കും കസ്റ്റമേഴ്സിനുമായി അവർ ഒരുപാട് സ്റ്റോക്ക് ഇവിടെ കൊണ്ടുവന്ന് അവർക്കത് സെയിലാവുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ ഹാൻഡിക്രാഫ്റ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെറുകിട വ്യവസായികളെ, നമ്മൾ വലിയ വലിയ ഷോപ്പിൽ പോയി വാങ്ങുന്നത് മാത്രമല്ല, നമുക്ക് ഒരുപാട് ചെറുകിട വ്യവസായികൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നും നമ്മൾക്ക് പരമ്പരാഗതമായ ഒരുപാട് ട്രഡീഷൻസ് ആ വാല്യൂ നമ്മൾ മുറുകെ പിടിച്ച് ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു എഫേർട്ടാണിത്. അതിന് നമ്മളെല്ലാവരും, നമ്മുടെ നാട്ടുകാരും എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യുമെന്നും അവർക്ക് ഒരുപാട് ഇതിൽ ഗുണമുണ്ടാകട്ടെ എന്നുമാണ് ഞങ്ങൾ എല്ലാവരും ഈ ഒരു ഞങ്ങളുടെ പരിശ്രമത്തിന്റെ ഏറ്റവും വലിയൊരു ഉദ്ദേശം അതാണ്. സോ മീഡിയ അത് കവർ ചെയ്യുന്നതോടുകൂടി നല്ലൊരു ക്രൗഡ് ഇവിടേക്ക് എത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. പിന്നെ നമ്മൾ ഈ എൻവയൺമെന്റ് ഇപ്പം മഴ പെട്ടെന്ന് പെയ്യുന്നൊക്കെ സാഹചര്യം ഉണ്ടല്ലോ, അതും കൂടെ നോക്കിയതിനു ശേഷമാണ് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുന്നത്. സേഫ്റ്റി അതിൽ നമ്മൾ ഈ പിന്നെ IRS നിയമങ്ങൾക്ക് വിധേയമായിട്ടുള്ള ബോട്ടിംഗ് ആണിത്. ആക്ച്വലി ഇതിന്റെ എഞ്ചിന്റെ കപ്പാസിറ്റി ഒക്കെ എന്ന് പറഞ്ഞാൽ 200 HP മുകളിലോട്ടാണ്. ഒരു ചെറിയ മിനി ക്രൂസ് ഓപ്പറേറ്റ് ചെയ്യുന്ന അത്രയും പവറുള്ള എഞ്ചിനുകളാണ്, കാരണം ഇത് ഫുള്ള് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മളിവിടെ പരീക്ഷിച്ചതിന് ശേഷം ഓക്കെ ആണെങ്കിൽ മുന്നോട്ട് പോകും. ആദ്യഘട്ടത്തിൽ അവർ വന്ന് പഠിച്ചതാണ്, ടെക്നിക്കൽ പഠനം നടത്തിയതാണ്, അതിൽ ഓക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ ട്രയൽ നമ്മൾ മെഷീൻ കൊണ്ടുവന്ന് ട്രയൽ ചെയ്യുന്നത് വ്യത്യാസമുണ്ടാകും. അതും കൂടെ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് പാരാസെയിലിംഗ് കൂടെ ഓപ്പറേറ്റ് ചെയ്യണം. അത് മാത്രമല്ല, മുന്നോട്ടുള്ള കാലങ്ങളിൽ വാട്ടർ സ്പോർട്സ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ ആയിരിക്കും. മൂരാട് പുഴയെ ബന്ധപ്പെട്ട് ക്രൂസിംഗ് അടക്കം ബോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും ഈ പ്രൊജക്ടിന്റെ അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ ഇവിടുന്ന് ബേപ്പൂർ വരെ ബോട്ടിംഗ് സർവീസ് കടലിലൂടെ ആരംഭിക്കാൻ പറ്റുന്നുള്ള സാധ്യത കൂടെ. പിന്നെ വെള്ളിയാങ്കല്ല് ഒരു അട്രാക്ഷൻ ആയിട്ട് എടുത്തുകൊണ്ട് അതിനെ ക്രൂസിൽ പോയി കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ ആദ്യ ഘട്ടം എന്നുള്ള രീതിയിലാണ് നമ്മൾ വാട്ടർ സ്പോർട്സ് ആരംഭിക്കുന്നത്. അതെന്തായാലും ഈ പ്രൊജക്ട് ഓൺ ആകുന്നതിനൊപ്പം തന്നെ ബോട്ടിംഗ് കൂടുതൽ വിപുലീകരിച്ച് ബോട്ടിങ്ങും അതുപോലെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഇവിടെ വരും. അതിന്റെ ഒരു ആദ്യ ഘട്ടം എന്നുള്ള രീതിയാണ് ഞങ്ങൾ ഈ ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കയാക്കിങ്ങും ഇതൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ നോക്കുന്നത് വെച്ചാൽ അടിയൊഴുക്കടക്കമുള്ള കാര്യങ്ങൾ ഒന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഇൻസ്ട്രക്ടർമാർ വന്ന് അവരിത് നേരിട്ട് ഓടിച്ച് നോക്കിയതിന് ശേഷമാണ് നമ്മൾ പുറത്തുള്ള ആളുകൾക്ക് വിസിറ്റേഴ്സിന് കൊടുക്കുന്നത്. ഓണം കാലയളവിൽ ഇതുപോലെയുള്ള വിപുലമായ പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്നത് നമ്മുടെ മാഡം സൂചിപ്പിച്ച മാതിരി അതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഗാന്ധി ശില്പ ബസാറാണ്. അതിൽ 40ഓളം കരകൗശല വിദഗ്ധരെ അല്ലെങ്കിൽ കലാമേഖലയിലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഓണം കാലയളവിൽ കേരളത്തിൻ്റെ ഉത്സവ സീസൺ ഓണമായതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇത്തരത്തിൽ അവർക്ക് നല്ലൊരു വിപണി ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലൂടെ ശ്രമിക്കുന്നത്. കൂടാതെ നേരത്തെ ബഹുമാനപ്പെട്ട CEO സൂചിപ്പിച്ച മാതിരി ഓണ കാലയളവിൽ പൂവിളി 2026 എന്ന് പറഞ്ഞ് വൈവിധ്യമേറിയ പരിപാടികൾ നമ്മൾ സന്ദർശകർക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ദേശീയപാതയിലെ മെച്ചപ്പെട്ട ഗതാഗതക്കുരുക്കൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് നമ്മളെ വടക്കൻ മലബാറിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്താനുള്ള സൗകര്യമുണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ നല്ലൊരു മികച്ച ഒരു ഓണക്കാലയളവ് ഈ വർഷം സർഗാലയിലൂടെ സന്ദർശകർക്ക് ലഭിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തവണ നേരത്തെ സൂചിപ്പിച്ച മാതിരി തന്നെ നമ്മളെ വാട്ടർ ബേസ്ഡ് ആക്ടിവിറ്റീസ് കൂടി നമ്മുടെ പുഴയുടെ മൂരാട് പുഴയിലെ ജലവിനോദങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായ രീതിയിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ അന്തർദേശീയ തലത്തിലേക്ക് ഒരു വലിയ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നമ്മുടെ സർഗാലയിൽ അവിടെ ഒരു വികസനത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ. അതിൽ എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും നമ്മുടെ നാളിതുവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പിന്തുണ മാധ്യമ രംഗത്തു നിന്ന് മാധ്യമ സുഹൃത്തുക്കൾ നൽകിയിട്ടുണ്ട്. തുടർന്നും ഇത്തരത്തിലുള്ള എല്ലാ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായ പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മുടെ വടക്കൻ കേരളത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് വലിയൊരു കുതിച്ചുചാട്ടത്തിന് തന്നെ ഒരു നിർണായകമായ ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സർഗാലയക്ക് അകമഴിഞ്ഞ പിന്തുണ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. വടകര കടത്തനാടാണല്ലോ നമ്മുടെ ഒരു റീജിയൻ. അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തുന്ന നമ്മൾ കൊയിലാണ്ടിയും പയ്യോളിയും മറ്റെല്ലാ റീജിയനും അതിന്റെ ചുറ്റും വരുന്നത് തന്നെയാണ്. പയ്യോളിയിലാണ് നമ്മൾ നിൽക്കുന്നത്, അതിന് പ്രത്യേക പരിഗണന എപ്പോഴും ഉണ്ടാവില്ല. അതെ, ഇവിടെ ഡെലിവറി ഇല്ല, എല്ലാവർക്കും ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച്മെന്റ് ചെയ്തത്.
നമ്മൾ 490 അല്ലേ, 490 രൂപയാണ് സദ്യയുടെ റേറ്റ്. അതിൽ 25 പ്ലസ് ഐറ്റംസ് ആണ്. ഇതൊക്കെ പാക്കേജുകൾ കൂടെ ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഇപ്പം കോർപ്പറേറ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ മറ്റ് സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ അസോസിയേഷനുകൾക്കോ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ സർഗാലയെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓണസദ്യ ഇൻക്ലൂഡ് ആണ്, ഓണക്കളികളുണ്ട്, വൈവിധ്യങ്ങളായ പിന്നെ നമ്മൾ ഹാൻഡിക്രാഫ്റ്റ്സിന്റെ അടക്കം അതിൽ ഡിസ്കൗണ്ട് ഇൻക്ലൂഡഡ് ആണ്. അത്തരത്തിലൊരു പ്രോഗ്രാം കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നു. അത് ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ഞങ്ങൾ ഉദ്ദേശം എന്ന് പറയുന്നത് സർഗാലയ എന്നുള്ള ഡെസ്റ്റിനേഷൻ മാത്രം കൊണ്ടുവരല്ല, വടകര മൊത്തത്തിൽ ഒരു ഡെസ്റ്റിനേഷൻ ആക്കുക എന്നുള്ളതാണ്. ആ ഉദ്ദേശത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഇനിയുള്ള കാലങ്ങളിൽ സർഗാലയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടൂർ പ്രോ പാക്കേജസ് നമ്മൾ അനൗൺസ് ചെയ്യുന്നതാണ്. അത് മലബാറിലും മറ്റു സ്ഥലങ്ങളും കൂടെ കാണാൻ പറ്റുന്ന രീതിയിൽ. അപ്പം അതിന്റെ സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിലാണ് ഒരു ഓണക്കാലത്തിൽ ഒരു ടൂർ പാക്കേജ് ഞങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ലോകനാർക്കാവും അതുപോലെ വടകരയുടെ കടത്തനാടിന്റെ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വൈവിധ്യങ്ങളായ പാക്കേജുകളിലൂടെ മറ്റ് ആളുകൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിൽ ടൂർ ഓപ്പറേറ്റർമാർ അടക്കം ഇവിടെ വന്നിരുന്നു. അവർ വലിയ താല്പര്യമാണ് ഇതിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. മലബാറിന്റെ ഗേറ്റ് വേ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ പ്രൊജക്ടിനെ കൊണ്ടുവരുന്നത്. അപ്പം മലബാറിലോട്ട് വരുന്ന ആളുകൾ വടകരയിൽ നിന്ന് കണ്ണൂരേക്കും തലശ്ശേരിയിലേക്കും അതുപോലെ വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സർഗാലയ അതിന്റെ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആയി മാറും എന്നുള്ളതാണ് നമ്മുടെ മൊത്തം പ്രൊജക്ടിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സക്സസ് എന്ന് പറയുന്നത്. ഓണം സ്പെഷ്യൽ പാക്കേജ്. അതെ അതെ അതെ, ഇതിനകത്തുള്ള പാക്കേജ് ആക്ടിവിറ്റീസ്. അതെ, 9 മണി വരെ ഉണ്ടാവും. രാത്രി 9 മണി വരെ ഓണക്കാലത്ത് നമ്മൾ പ്രവർത്തിപ്പിക്കും. അതായത് ഓഗസ്റ്റ് 30 വരെ അല്ലെ, 30 വരെ. ഇന്ത്യയിൽ തന്നെ എനിക്കൊന്ന് സമാനമായി ഇല്ലാത്ത ഒരു വാട്ടർ സ്ക്രീൻ ഇവിടെ വരുന്നുണ്ട്. അതിന്റെ സൈസ് നോക്കുമ്പോൾ ലോകത്തിൽ തന്നെ അത്തരം വാട്ടർ സ്ക്രീനുകളിൽ വലിയ എന്ന് പറയാൻ പറ്റുന്ന 10 കിലോ ഉള്ളിൽ വരുന്ന രീതിയിലുള്ള ഒരു വാട്ടർ സ്ക്രീനാണ്. അതിൽ മലബാറിന്റെ കഥയാണ് നമ്മൾ പറയുന്നത്. അതിൽ പെർഫോമൻസ് വരും, ലേസർ ഉണ്ടാവും, ലൈറ്റ് ആൻഡ് സൗണ്ടും എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഹൈ എൻഡ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അത് ഡിസൈൻ ചെയ്യുന്നത് ഒരു വലിയ പ്രൊമിനന്റ് ആയിട്ടുള്ള എക്സ്പേർട്ടുകളാണ്. എ റഹ്മാൻ മ്യൂസിക്കൽ ചെയ്യുന്ന റസൂൽ പൂക്കുട്ടി അതിന്റെ സൗണ്ട് ഡിസൈനിങ് ആണ്. അതുപോലെ തന്നെയുള്ള ടെക്നിക്കൽ ക്രൂ രേവതിയാണ് അതിന്റെ ഡയറക്ഷൻ ചെയ്യുന്നത്. അത്തരത്തിലൊരു ഹൈ എൻഡ് ടെക്നിക്കൽ ക്രൂ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പെർഫോമിംഗ് ആർട്സ് അതുപോലെ ലൈറ്റ് ആൻഡ് സൗണ്ട് അതുപോലെ ഈ പാറകളുടെ ഭംഗി എല്ലാം കൂടെ യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ഷോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അത്തരത്തിലൊരു കൾച്ചറൽ ഷോ നിലവിൽ കേരളത്തിലില്ല. ഏറ്റവും വലിയ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലുതായിരിക്കും അത്തരം ഒരു പ്രോഗ്രാമിന്റെ ഓർഗനൈസ് ചെയ്യുന്നത്. പിന്നെ മലബാറിന്റെ ഒരു ചരിത്രമായിരിക്കും ഇതിന്റെ പ്രധാന സബ്ജക്ട്.